ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണല്ലോ. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം, അമ്മയുടെ ഉറക്കം എന്നാണല്ലോ പൗരസ്ത്യ ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ഉടലോടെയുള്ള സ്വർഗപ്രവേശനം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. നമുക്കറിയാം, അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്. ആ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. പ്രത്യേകമായി ഇന്നേ ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ പോരായ്മകളും കുറവുകളും എല്ലാം പരിഹരിക്കുവാൻ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും തൻ്റെ തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ അപമാനത്തിൽ നിന്നും ആ കുടുംബത്തെ കർത്താവിൻ്റെ അടയാളത്തിലൂടെ രക്ഷിച്ചതുപോലെ, അപമാനത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ നമ്മളെയൊക്കെയും എല്ലാ തരത്തിലുമുള്ള അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപമാനത്തിൽ നിന്നുമൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് നമ്മളെ സുരക്ഷിതരാക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം എവർക്കും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുവാനിടയായി തീരട്ടെ. ആമേൻ. സ്വർഗാരോപിത മാതാവേ, ദൈവമാതാവേ, സ്വർഗാരോപിത മാതാവേ, ദൈവമാതാവേ, നിൻ സുതനീശോയോടെന്നും നീ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. സ്വർഗാരോപിത മാതാവേ, ദൈവമാതാവേ, നിൻ സുതനീശോയോടെന്നും നീ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി